Welcome to Polar Grammar class. Today we can discuss about prepositions. ഇന്ന് നമുക്ക് prepositions പാർട്ട് 2 ആണ്. കുറച്ച് prepositions കൂടി നമുക്കിന്ന് ചർച്ച ചെയ്യാം. ആദ്യത്തേത് above, below. അപ്പം ഈ രണ്ട് prepositions നമുക്ക് അതിൻ്റെ മലയാളം മീനിങ് above എന്നുള്ളതിൻ്റെ മലയാളം മീനിങ് മുകളിലുള്ള, അപ്പം അതനുസരിച്ച് ആ മീനിങ് വെച്ചുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ദർ ഈസ് എ ക്ലോക്ക് എബോവ് ദി ഷെൽഫ്. വി വെയർ ഫ്ലൈയിങ് എബോവ് ദി ക്ലൗഡ്സ്. വി വെയർ ഫ്ലൈയിങ് എബോവ് ദി ക്ലൗഡ്സ്. ബിലോ അടുത്ത പ്രപ്പോസിഷനാണ് ബിലോ. ബിലോ താഴെയുള്ള എന്ന മീനിങ്ങിൽ ഉപയോഗിക്കാം. ദ ബോൾ ഹിറ്റ് മീ ബിഫോർ ദി നീ. The price must be below 100 rupees. The price must be below 100 rupees. അടുത്ത രണ്ട് പ്രിപ്പോസിഷൻസ് ആണ് ആഫ്റ്റർ, ബിഫോർ. ആഫ്റ്ററിൻ്റെ മലയാളം മീനിങ് ശേഷം, പിറകെ എന്നൊക്കെ വരും. ബിഫോർ മുന്നേ, മുൻപിൽ. എക്സാമ്പിൾ, ക്യാൻ യു കം ബിഫോർ 12 o'clock? He stood before the queue. I will come after lunch. He ran after the bus. മറ്റൊരു പ്രിപ്പോസിഷനാണ് about. Its മലയാളം മീനിങ് ഈസ് കുറിച്ച്. Don't say more about it. Don't say more about it. ഈ മറ്റൊരു പ്രിപ്പോസിഷൻ along, നീളെ എന്നുള്ള മീനിങ്. വി വോക്ക്ഡ് അലോങ് ദി റോഡ്. വി വോക്ക്ഡ് അലോങ് ദി റോഡ്. ഇനി മറ്റൊരു പ്രിപ്പോസിഷനാണ് ബിയോണ്ട്. ഇറ്റ്സ് മീനിങ് ഈസ് ഓൺ ദി അതർ സൈഡ്. എക്സാമ്പിൾ, മൈ ഹൗസ് ഈസ് ബിയോണ്ട് ദി ക്ലോക്ക് ടവർ. മൈ ഹൗസ് ഈസ് ബിയോണ്ട് ദി ക്ലോക്ക് ടവർ. മറ്റൊരു പ്രിപ്പോസിഷൻ ഡൗൺ. ഡൗൺ എന്ന് വെച്ചാൽ താഴേക്ക്. അപ്പ് എന്നുള്ള വേർഡിൻ്റെ ഓപ്പോസിറ്റാണ്. വി റാൻ ഡൗൺ ദി ഹിൽ. വി റാൻ ഡൗൺ ദി ഹിൽ. മറ്റൊരു പ്രിപ്പോസിഷനാണ് ഫോർ. ഫോറിന് പല മീനിങ് ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ എന്ന മീനിങ്ങിൽ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു. വേണ്ടി എന്ന മീനിങ്ങിലും ഫോർ ഉപയോഗിക്കുന്നുണ്ട്. എങ്കിലും എന്നുള്ള മീനിങ്ങിലൊക്കെ നമ്മൾ ഫോർ ഉപയോഗിക്കുന്നു. അപ്പോൾ അതിന് ഏതൊക്കെ സിറ്റുവേഷൻസ് നമുക്ക് ഉപയോഗിക്കാം? ടു ഇൻഡിക്കേറ്റ് പർപ്പസ്. പർപ്പസിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഫോർ ഉപയോഗിക്കാം. ഹി റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. ഹി റിക്വസ്റ്റഡ് ഫോർ ഹെൽപ്പ്. ദെൻ ടു ഇൻഡിക്കേറ്റ് സ്യൂട്ടബിലിറ്റി ഓർ ഫിറ്റ്നസ്. അനുയോജ്യത സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ദീസ് ക്ലോത്ത്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ദി ഒക്കേഷൻ. ദീസ് ക്ലോത്ത്സ് ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ ദി ഒക്കേഷൻ. സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ ഹെൽത്ത്. അത് ഫിറ്റ്നസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സ്മോക്കിംഗ് ഈസ് ബാഡ് ഫോർ ഹെൽത്ത്. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ പീരീഡ് ഓഫ് ടൈം. നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് സിൻസ് ഫോറൊക്കെ ഉപയോഗിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഒരു പീരീഡ് ഓഫ് ടൈമിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫോർ ഉപയോഗിക്കുന്നത്. ഐ ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ ഫോർ 10 years. ഇനി മറ്റൊരു പ്രപ്പോസിഷനാണ് ഫ്രം. ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് എ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. സ്റ്റാർട്ടിംഗ് പോയിൻറ്റിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ഹി ഈസ് ഫ്ലൈയിങ് ഫ്രം ട്രിവാൻഡ്രം ടു ചെന്നൈ. ഹി ഈസ് ഫ്ലൈയിങ് ഫ്രം. ദെൻ ഐ ഹാവ് റെഡ് ദ ബുക്ക് ഫ്രം ബിഗിനിങ് ടു എൻഡ്. ദെൻ ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ സോഴ്സ് റിസീവിങ്. ഐ ഹാവ് ലേൺഡ് സം ക്വസ്റ്റ്യൻസ് ഫ്രം ഷേക്സ്പിയർ. ഇവിടെ സോഴ്സ് ഷേക്സ്പിയർ ആണ്, അതുകൊണ്ടാണ് ഫ്രം ഉപയോഗിച്ചത്. ഐ ഹാവ് ഗോട്ട് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രം മൈ ഓണ്ട്. റിസീവിങ് ആണ്. ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഞാൻ റിസീവ് ചെയ്തു. ഐ ഹാവ് ഗോട്ട് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ഫ്രം മൈ ഓണ്ട്. ദെൻ ഇറ്റ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ എ പ്രോസസ് ഓഫ് മാനുഫാക്ചർ. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിൻ്റെ സോഴ്സ് സൂചിപ്പിക്കാൻ നമ്മൾ ഫ്രം ഉപയോഗിക്കുന്നു. വൈൻ ഈസ് മെയ്ഡ് ഫ്രം ഗ്രേപ്സ്.
Steel is made from iron. Then from is used to indicate separation. He was released from prison. He was released from prison. Then it is used to indicate a reason. ഒരു റീസണിനെ സൂചിപ്പിക്കാൻ നമ്മൾ ഫ്രം ഉപയോഗിക്കുന്നു. ഹി ഈസ് സഫറിങ് ഫ്രം കോൾഡ്.